ഹലോ ഗൈസ്, നമ്മളിന്നൊരു റേസിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറെ പയ്യന്മാർ റേസ് ചെയ്യാൻ വേണ്ടി കിട്ടിയേക്കുണ്ട്. നമുക്കത് വീഡിയോ എടുക്കാം. സോ വെൽക്കം ബാക്ക്. എന്നെ അറിയാതെ സിറ്റിസൺ എന്നെ അറിയില്ല. ഹലോ ഹലോ ഫേമസ് ആണ് വെച്ചാനെ. ബ്രോ 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 ഫ്രീ ആണോ ബ്രോ? ഹലോ ബ്രോ ബ്രോ എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ചുണ്ട് മാത്രം തന്നെയാണ് കാണുന്നുള്ളൂ. ബ്രോ റേസിന് താല്പര്യമുണ്ടോ? ഫ്രീ കാർ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാ ഓടി സമയം വെച്ച് ഇന്നലെ ഒരു 200 കോടി കൊടുത്തിട്ട് ഹിപ്പന്റെ ഇല്ല. കേൾക്കുന്നില്ല കേട്ടോ ബ്രോ. അച്ഛാനെ 200 കോടി എന്ന് പറഞ്ഞ എന്റെ മിനിമം. ബാക്കിയുള്ളതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. $200 കോടി ഇവിടെ വരുമ്പോ അത് കൂടും. അത് മാത്രമല്ല, ബാക്കിയുള്ള പൈസ കങ്ങാണേ, ഇവിടെ ഇല്ലേ. ബാക്കിയുള്ള പൈസ അതുകൊണ്ടാ ഞാൻ കാണിച്ചത്. അതാണ്ട് ഏതോ കിടക്കണ ഷിപ്പ് കണ്ട, അതിന്റെ കടത്ത് വണ്ടി. അത് ഗവൺമെന്റ് പിടിച്ചിട്ടേക്കണേ. അതെടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എല്ലാത്തിനും തട്ടും. നിങ്ങളൊക്കെ എവിടെയാടേ? എന്റെ അവിടെ എന്റെ സാധനങ്ങൾ വിറ്റാ തന്നെ കിട്ടും. ഒരു സാധനം, ഒരു വീട് വിറ്റാ തന്നെ 200 കോടി കിട്ടും. ഹലോ, നിങ്ങൾ എവിടെയാണ്? മുതുക്കിലെവിടെ? കൂട്ടും കൂടെ ഇരിക്കുന്നുണ്ടില്ലേ കുറച്ചേര് ഫ്രണ്ടിൽ തന്നെ. വന്ന് എടേ മഞ്ഞവണ്ടി ഇവിടെ വാടേ. അത് കാണിക്കാതിരിക്കരുത്. കാണിച്ചില്ലേ തീർന്നത്. പിന്നെ ഈ മെസ്സേജ് ഇട്ടതിന് കാര്യമില്ല. അപ്പൊ മാർക്കോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതാ മാർക്കോ എത്തി കഴിവ് കൂടിപ്പോയോണ്ടാ. എന്താ പറയാനാ? അതെ അതെ. മാർക്കോ പോയാലോ? മാർക്കോ ചത്താലോ? മാർക്കോ ഇല്ലല്ലോ. മാർക്കോ അങ്ങനെ ചാവുന്ന തടിയല്ല. അതെന്ത് മാർക്കോ ചാവാത്തേ? മാർക്കോ ചിരഞ്ജീവിയാണോ? ചിരഞ്ജീവി. അല്ല, ചിരഞ്ജീവിയാണോന്നേ? മരണമില്ലാത്തയാൾ. നോക്കട്ടെ ചാവോന്ന്. ഞാൻ തൂണിലും തുരുമ്പിലും ഉണ്ട്. താടിയുള്ളത് മാർക്കോ ചാവൂലെന്ന് പറയണ. പുറത്തേക്ക് മാർക്കോ നമുക്ക് നോക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ ഇതിലും കൂടെ ഞാൻ കളവായത് ഇറങ്ങി. ഇത് സേഫ് സോൺ ആണ്. സേഫ് സോണിന്റെ പുറത്തേക്ക് ഇറങ്ങുക. സേഫ് സോൺ എന്താ സാധനം നമുക്കറിയില്ലേ. സംരക്ഷണ വലയമുള്ള സ്ഥലം. ആ സംരക്ഷണ വലയമുള്ള സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാനാണ് പറയണത്. അറിയില്ലേ, മാർക്കോ കുറച്ച് സെക്യൂരിറ്റി ഉള്ളതാ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല. മാർക്കോ കുറെ എതിരാളികൾ മാത്രം നിൽക്കും. മാർക്കോ സംരക്ഷണത്തിൽ മാത്രം നിൽക്കുന്ന ആളല്ലേ? അതെ അതെ. അല്ല, മാർക്കോയ്ക്ക് കുറെ ശത്രുക്കളുണ്ട് ഇവിടെ. എന്റെ അടുത്ത് ഗവൺമെന്റ് പറഞ്ഞു 15 ദിവസത്തേക്ക് സംരക്ഷണ വലയത്തിൽ നിന്ന് പുറത്തു വല്ലേ എനിമീസ് ഒക്കെ ഉള്ളതാണ്. ഇല്ല ഇല്ല, റൈസൊന്നും താല്പര്യമില്ല അച്ഛനെ. പയ്യന്മാരൊക്കെ ഉണ്ട് ബ്രോ. ഞാൻ റൈസർ അല്ല അച്ഛനെ. ഞാൻ വണ്ടി ഒന്നും നോക്കണ്ട. വണ്ടി ഫ്രീ വണ്ടി മാത്രം. മാത്രം മതി. ഇല്ല, ഡ്രൈവിംഗ് സ്കിൽസ് ഇല്ല. അതല്ലേ ഓടിക്കാറുള്ളത്.
സമ്മതിച്ചൊന്നില്ലേ ഇനി നാട്ടിക്കണോ? അങ്ങനെയല്ല, ഞാൻ ഒരു ഫാമിലി മാൻ ആണ്. ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ. മാർക്കോ ഒന്ന് വണ്ടി കുടുംബത്തിൽ തൊട്ട് ആര് കളിച്ചാലും മാർക്കോ അവനെ തൂരും. ഹലോ മാർക്കോ ഒന്ന് വണ്ടി കയറൂ. മാർക്കോ ഒരു കൂട്ടുകാരൻ കയറിയാലും മതി. ആരെങ്കിലും ഒന്ന് വണ്ടി കയറോ? ഒരു കാര്യം പറയാം. ഹലോ ഹലോ, ഫ്രീ ആണോ? ഫ്രീ ആണോ? ഇയാളൊക്കെ പോ. ഞാൻ രാമേട്ടാ അച്ഛനെ നമുക്ക് റേസിന് പോയാലോ? ജസ്റ്റ് സിറ്റി ഇന്ന് പോകുന്ന അറിഞ്ഞുള്ളതാണോ? ശരിയാ. ആണോ? ഓക്കെ ഓക്കെ. മാർക്കോ ഒന്ന് വണ്ടി കയറൂ. മാർക്കോ വണ്ടി കയറ്. ഈ വണ്ടി Permission request. അതില് കയറ്. Only the time. ഇത് ഏത് മച്ചാനെ? വണ്ടി ഏത്? അതൊക്കെ ഉള്ള നീ വണ്ടി Cash is requesting to permission to access media device. എന്താ F8 ൽ accept ചെയ്യ്. എന്താടാ എന്താണ് വല്ലതുണ്ടാ? നീ എവിടെയാണ്? എവിടെയാണ്? മുതുക്ക് ആ, എന്നാ ജസ്റ്റ് ഉള്ളവരൊക്കെയാണെങ്കിൽ മറ്റേ നമ്മുടെ പെട്രോൾ പമ്പിനെ കൂടെ വരാമോ? ഞാനെടുത്ത വണ്ടി പറഞ്ഞേ ബാബാ, മറ്റേ പെട്രോൾ പമ്പിനെ കൂടെ പെട്രോൾ പമ്പ്. റേസിനുള്ളവരൊക്കെ പെട്രോൾ പമ്പിന്റെ അങ്ങോട്ട് വരിക. ഞാൻ പെട്രോൾ പമ്പിലുണ്ട്. എടാ പെട്രോൾ പമ്പിനോട് വന്നല്ലോ. വന്നു. ഓ, 3 വണ്ടി. സിഗ്നലിന്റെ എല്ലാവരും സിഗ്നൽ ആ ഫ്രണ്ടിൽ കാണുന്ന സിഗ്നലിന്റെ ഫ്രണ്ടിലായിട്ട് പോയി നിൽക്കും. അണ്ട് ഗ്രീൻ ആകുമ്പോ പോകാൻ നോക്കാം നമുക്ക്. ഓക്കെ, ഫിനിഷിംഗ് പോയിന്റ് എവിടാ? എവിടെ? ടണല് ഇവിടുന്ന് തന്നെ ഫസ്റ്റ് ടണല് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇവിടെ ലൈൻ ഹലോ മച്ചാനെ റൈസാണ് മച്ചാനെ, മാറിക്കോ മച്ചാനെ. ബ്രോ വണ്ടി ഒന്ന് മാറ്റാമോ? എടാ 3 പേരുള്ള. വേറെ ഇപ്പൊ വന്നിട്ട് ഓക്കെ. അടുത്ത പച്ചയാകുമ്പോ പൊക്കോട്ടോ. ഓക്കെ. വാ. നമ്മുടെ വളവ് എടുക്കാനുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ വിജയദാസായിട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ വളവൊക്കെ നമുക്ക് എടുക്കാനുള്ള പ്രതീക്ഷയാണ് പോകുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ നമ്പർ പോയി ചോപ്പ് ചേച്ചി. എടേ നമ്മുടെ കൂടെ 2-3 ഉണ്ടായിരുന്നത് അവിടെ കത്തി കിടക്കണ്ടേ കളിക്കാൻ വന്ന ആദ്യം വന്നാലും കത്തി കിടക്കുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കും? പിന്നെയാണ് ആൾക്കാര് പറഞ്ഞേ.
ആൾക്കാരെണ്ണം കൂടിയോ? ഇന്ന് ഇത്ര പേരുണ്ടായിരുന്നോ ആദ്യം? റേഡിയോ റേഡിയോ 18. ഇടിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഇടിച്ചു കഴിഞ്ഞാൽ കളി നോക്കി. എടേ ഇടിക്കണ നേരത്തെ മനസ്സിലല്ല, തന്നെ വന്ന് കയറണയാ. ഇടിച്ചില്ലേ ഞാൻ സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ ജയിച്ചേനെ. ഇടിച്ചു കയറി. എടാ ഇവിടെ വേറെ വിഷയമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സിഗ്നൽ ഒന്നുമില്ല. അപ്പൊ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഹോൺ അടിക്കുന്ന ആൾ ആദ്യം എടുക്കേണ്ടി വരും. ഞാൻ ഹോൺ അടിക്കാം. ഓക്കെ റേഡിയോ 18 തുടങ്ങില്ല ഒരുത്തരം കൂടെ ഉണ്ട്. ആണോ? റേഡിയോ 18 റെഡിയാണോ? എടാ 3 ഹോൺ ആദ്യം അടിക്കുക. 3ാമത്തെ ഹോണിന് പോണം. റെഡി ആ ഇട്ടോ സ്റ്റാർട്ട്. ഇടിക്കാൻ പറ്റത്തില്ല നാറികളെ. എടാ ഇടിക്കണ്ടേ, ഫ്രണ്ട് പിടിക്ക. ലീഡ് പിടിച്ചാ ഇടിക്കില്ല അവന്മാരെ. ലീഡ് പിടിക്ക. കൺട്രോൾ പോകാൻ തോന്നുന്നു. ഇടിച്ച് സാധനം അടുത്തേക്ക് നോക്കാം. നേരത്തെ സിഗ്നൽ വരെയല്ലേ? ഞാൻ എത്തി. അമ്മേ എടാ വഴി മാറിക്ക്. വഴി അമ്മ വന്ന് കേറും. നൈസ്. ഹലോ പറ. ഹലോ പറ. അങ്ങോട്ടുണ്ടോ? പിന്നെന്താ അടുത്ത റൗണ്ട്. ഇനി വേറെ ആൾക്കാരെ പിടിക്കാൻ കിട്ടുമോ നോക്കാം. ഓക്കെ എല്ലാരും ഫ്യൂവലൊക്കെ നിറച്ചിട്ട് കേട്ടോ. ഇനി പന്ന വയ്ക്ക് പെട്രോൾ തീർന്നു ഇത് തീർന്നു പറയരുത്. ഫ്യൂവൽ ഫുള്ളാക്കിയിട്ട് പോരെ. എല്ലാവരെയും പെട്രോൾ പമ്പിന്റെ പുറകുവശത്തായിട്ട് കണ്ടേരെ. ഹലോ ബ്രോ. ബ്രോ റേസിനുണ്ടെങ്കിൽ വണ്ടി സാധാ ആക്കാമോ? മറ്റേ ഓടി ആക്കാമോ? ഞാൻ റേസിംഗ് ഇല്ല. എങ്കിലും വാ ബ്രോ, എന്തായാലും ചുമ്മാ അങ്ങോട്ട് കോടി വെച്ച് എടുക്കുമല്ലോ. ഇല്ല ബ്രോ, ഞാൻ നിങ്ങളോട് എത്തത്തില്ല. ബ്രോ സാധാ വണ്ടി ബ്രോ എന്നാലും ഞാൻ എത്തത്തില്ല. അത് കുഴപ്പമില്ല. എന്റെ വണ്ടിയല്ലേ ഇപ്പൊ പോയേ. ഓക്കെ ബൈ. റേസിനുള്ള എല്ലാ എല്ലാവരും ഓക്കെ എല്ലാവരും ഈ ഭാഗത്തേക്ക് വന്നാൽ മതി. മറ്റേ പെട്രോൾ പമ്പിന്റെ പുറവശം. നാല് ചത്തട. ഓക്കെ കൊള്ളാം. കുഴപ്പമില്ല. എല്ലാരും വന്നില്ലേ? എന്നാ നമുക്ക് പയ്യെ അങ്ങോട്ട് പോയാലോ? എല്ലാരും വണ്ടി കയറും. സിഗ്നലിന്റെ ഫ്രണ്ടില് റെഡ് സിഗ്നല് ഗ്രീൻ ആകുമ്പോ പോകണം.
നിക്ക് എണ്ണ അടിക്കുക ആണോ? അയ്യോ സോറി ബ്രോ. അമ്മേ അടിച്ചത്. അടുത്ത പച്ചയ്ക്ക് പോണേ. റേസ് അടുത്ത പച്ചയ്ക്ക് പോണേ. വണ്ടി റിപ്പയർ ചെയ്യണം, ഇപ്പൊ വരാവേ. ബ്രോ അടുത്ത റൗണ്ട് വരുമ്പോ കേറ്റാ. ബ്രോ ഇവിടെ റെഡി ആയിട്ടുണ്ടോ? സാധാ വണ്ടി ഓടി ഫ്രീ വണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പെട്രോൾ ഒക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ടോ? അടുത്ത റൗണ്ട് ഞങ്ങൾ വരുമ്പോ കേറ്റാം. ആണോ? ഇടിക്കലടാ മാറി. സോറ് നീ പറഞ്ഞ നിക്ക് ഒരുത്തനും കൂടെ ഉണ്ടെന്ന്. ഞാൻ ഈ കറുത്ത വണ്ടിയിലുണ്ടാ. എടേ ഈ ഫ്രണ്ടിൽ കാണുന്ന വണ്ടി ആര് ചെയ്യാം? റിപ്പയർ ചെയ്യില്ലേ? അതെ നിങ്ങളുടെ അപ്പുറം ഇപ്പുറം ഉള്ളവരുടെ അടുത്ത് റേഡിയോ കയറാൻ അടുത്ത പച്ചയ്ക്ക് പോണേ. അടുത്ത പച്ചയാകുമ്പോ അടുത്ത പച്ചയാകുമ്പോ നോക്കോ. റേഡിയോ 18 ഫിനിഷിംഗ് പോയിന്റ് ആദ്യം തന്നെ ടണല്. ടണലിന്റെ അപ്പുറം വരെ പോണം. അടുത്ത പച്ചയാണ് സിഗ്നലില്. ഫിറ്റിംഗ് പറ്റുമോ? ഇല്ല ഫിറ്റിംഗ് പറ്റില്ല. അപ്പൊ ഈ റേസും അട്ടപ്പച്ചലും മുന്നിൽ മിക്കവാറും ഇത് മൊത്തം തീരാൻ സാധ്യതയുണ്ട്. ടണലിന്റെ അപ്പുറവശം വരെ പോണേ. ടണലിന്റെ ഫ്രണ്ടിൽ നിൽക്കരുത്. പിന്നെ ടണലിന്റെ അപ്പുറവശത്ത് തന്നെ നിൽക്കുന്നത് മാറി നിൽക്കണം. വണ്ടി വന്ന് ഇരിക്കും. ഞാൻ ചെറുതായിട്ട് വെള്ളത്തിൽ പോയി. ഞാൻ കണ്ട എന്തിനാ പാറയുടെ മേലെ കൂടെ കയറ്റി? നല്ല തിരിച്ചു നോക്കി നമുക്ക് അടുത്ത റൗണ്ട് നോക്കിയിട്ട് കാര്യമില്ല. എവിടാ വെള്ളത്തിൽ പോയേ? പിക്ക് ചെയ്യണോ? ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. ഒരാളുടെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അയ്യോ ഞാൻ പോയി. പോയതൊക്കെ അവിടെ എന്നാ അത് ആൾക്കാർ വെള്ളത്തിൽ പോയി തിരി വന്നിട്ടുണ്ടല്ലോ. ഞാനെത്തി. പോയത് എവിടാ? പിക്ക് ചെയ്യാൻ ഞാൻ വേറെ വണ്ടി വരുന്നു. എവിടാ പോയത്? സ്ഥലം പറ. എത്തി 2 3 4 എടാ ഇവനെ സെക്കൻഡ് ബ്രോ ഫ്രണ്ടിന്ന് മാറിയിട്ടുണ്ടേ ബ്രോ. അവിടുന്ന് കൺട്രോൾ ഇല്ലാതെയാണ് വണ്ടി. ഞാനിവിടെ സൈഡിൽ നിന്നിട്ട് റെഡി കൊള്ളുന്നു കേടാ. അപ്പൊ ഈ പ്രാവശ്യം ഇവിടുന്ന് റേസ് എടുത്ത കുറെ പേര് വെള്ളത്തിൽ പോയില്ല. എല്ലാത്തിനെയും പറക്കി എടുത്തോണ്ട് പോകണ്ടേ. അപ്പൊ നമുക്ക് തിരിച്ച് മുതുക്കി പോവാം. എന്നിട്ട് തുടങ്ങാം. വെള്ളത്തിൽ പോയവരൊക്കെ വെള്ളത്തിന്റെ സൈഡിൽ കയറി ഇതിന്റെ ലൊക്കേഷനിൽ പറഞ്ഞു തരേണ്ടതാണ്. കഴിഞ്ഞില്ലേ ഇതൊന്നും? പിച്ചിങ് മാത്രമല്ല റേസിംഗാണ്. റേസിംഗ് വെള്ളത്തിൽ പോയവരൊക്കെ കേറിയോ? വെള്ളത്തിൽ പോയവരൊക്കെ കേറിയോ? വെള്ളത്തിൽ പോയവര് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ അവിടെ വന്ന് പിക്ക് ചെയ്യണതാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ 2-3 പോയായിരുന്നു. വെള്ളത്തിൽ പോയ ആരെങ്കിലും റേഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അറിയിപ്പ് അറിയിക്കേണ്ടതാണ്. ഞങ്ങൾ നിങ്ങൾ ഇട്ടിട്ട് പോകണോ അതോ പിക്ക് ചെയ്യാൻ വേണ്ടോ? ഇവിടെ ആരും കാണുന്നില്ലടാ. പോവാം. അവന്മാര് മുതുക്ക് വന്നോളൂ. എല്ലാവരും മുതുക്കിലെ പെട്രോൾ പമ്പിന്റെ ബാക്ക് സൈഡിൽ ഹാജരാവേണ്ടതാണ്.
പറഞ്ഞേ. വരില്ല, അവര് വെറുതെ പറയാനേ. എന്താണ് വെറുതെ പറയണേ? റൈസ് തുടങ്ങിയാ? ഇല്ലടേ, വെള്ളത്തിൽ പോയതിനൊക്കെ പറക്കിക്കൊണ്ട് വരട്ടെ. ഞാൻ മുതുകിലുണ്ടോ? മുതുക്കല്ല, മറ്റേ പെട്രോൾ പമ്പിന്റെ പുറയിലേക്ക് വാ. മുതുക്കിന്റെ തൊട്ടപ്പുറയുള്ള ബ്രോ, പെട്രോൾ പമ്പിന്റെ ഹലോ വന്ന് അയ്യോ എന്തോ. പിക്കാച്ച ടീന്റെ അവിടെ. ഞാൻ വരുവാണ്, ഒരു 5 മിനിറ്റ്. നിങ്ങളിവിടെ ഇത് ഏതൊക്കെ കാറ്? റോസ് ആരുടെ? ബ്രോ ടീന് അങ്ങോട്ട് വാ ബ്രോ. പെട്രോൾ പമ്പിന്റെ അവിടെ ഉണ്ട് ഞാൻ. ബ്രോ അല്ല ബ്രോ, ടീ 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 ടീയോ? റോഡിന്റെ അവിടെ ടീ. ടീയാ. എടാ, ഒരാളെ പിക്ക് ചെയ്യാനുണ്ട്, ഞാനത് പിക്ക് ചെയ്തിട്ട് വരാം. ടീയോ? നീ ടീ എടാ ടീ അങ്ങേ അറ്റാടേ. ഞങ്ങള് റേസിന് വരുമ്പോ നീ സൈഡിൽ നിന്നോ, അടുത്ത റൗണ്ട് പിക്ക് ചെയ്യാം. ഇപ്പൊ പിക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണ് ബ്രോ? ഇപ്പത്തോ 1 മിനിറ്റ് കൊണ്ട് എത്താണല്ലോ. നിന്നോട് വെള്ളത്തിൽ പോയ ആരെങ്കിലും കൂട്ടാനുണ്ടോ തന്നെയല്ലേ ചോദിച്ചേ? ഞങ്ങൾ ഇലക്ഷൻ എത്ര അരിച്ചു പറിക്ക് നടന്നാണോ വെള്ളത്തിൽ ആരെങ്കിലും ഉണ്ടോന്ന്. നീ അപ്പൊ റേഡിയോ ഇല്ലായിരുന്നോ? അപ്പോഴും പോയിട്ടുള്ളൂ. എല്ലാവരും മറ്റേ സിഗ്നലിന്റെ ഫ്രണ്ടിലേക്ക് വരിക. ഓക്കെ. ഞാൻ സൈഡിലുണ്ടാവേ ടീന്റെ. ഓക്കെ അവിടെ നിന്നോ. റെഡ് കാറാണ് ഞാൻ ഇരിക്കുന്നേ. എടേ ഫ്രണ്ടിലത്തെ ടയറും പറയാ. അടുത്ത റെഡ് വരുമ്പോ അല്ല അടുത്ത പോണം. എടാ അവിടെ ഫ്രണ്ടിൽ ഏറ്റവും ആദ്യത്തെ ടണല് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. ടണലിന്റെ അപ്പുറത്തെ അറ്റം പോണം. ഓക്കെ. പിന്നെ ടണലിന്റെ അപ്പുറം അറ്റത്ത് നടുക്ക് വണ്ടി നിർത്തരുത്, പുറകെ വന്നവന്മാർ ഇടിച്ചിടും. പിന്നെ പരമാവധി ഇതാണ് ടയർ കറക്കിയാലും കുഴപ്പം, അപ്പൊ പൊട്ടും. എനിക്ക് അറിയണ്ടായിരുന്നു. ഇത് നമ്മുടെ ബ്രോ വണ്ടി മാറ്റാൻ പോകുന്നത്. ഞങ്ങള് ഓടി മറ്റേ ഫ്രീ വണ്ടിയില്ല, അതാണ് ഫൈനൽ റേസ് ആക്കിയാലോ? ഇല്ലല്ലേ. ഫൈനൽ റേസ് ആക്കാം. ഞാൻ അവിടെ പോയി നിക്കാം. ജയിക്കുന്ന ആൾക്ക് 10 ലക്ഷം രൂപ ഞാൻ തരാം. ഇത് പ്രൈസ് ഒക്കെ തന്നോ? അല്ല, ഫൈനൽ എന്റെ വണ്ടി പോയി, ഞാൻ വേറെ വണ്ടി എടുത്ത് അവിടെ പോയി നിക്കാം. പിന്നെ 10 ലക്ഷം രൂപ തരാല്ലേ ഇത്. ഓക്കെ. നിക്കാ, ഞാൻ അപ്പുറത്തോട് വേറെ വണ്ടി എടുത്താ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക്, നമ്മുടെ ഇത് ഫൈനൽ പ്രൈസ് ആണ്. ഇതിനകത്ത് ജയിക്കുന്ന ആൾക്ക് 10 ലക്ഷം രൂപയാണ് സമ്മാനമായി കിട്ടുന്നത്. അത് സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? സ്പോൺസർ ആരാണ്? വണ്ടി എടുത്തു. ഇപ്പൊ ഗ്രീൻ ആണ്, ഇത് കഴിഞ്ഞിട്ട് തന്നെ ഗ്രീൻ ആട്ടോ സ്റ്റാർട്ട്. ആയോ
ഗ്രീനാകുമ്പോ പോട്ടെ ആ ഗ്രീൻ അടുത്ത ഗ്രീൻ ആവുമ്പോ എല്ലാരും പൊക്കോണം. കേറാത്തവർ റേഡിയോ 18 കേൾക്കോ. 18 അതിന്റെ അടുത്ത് തന്നെ ഓടാ. ഞാൻ വണ്ടി എടുത്തേ അപ്പൊ ഫ്രണ്ട് എന്നാ പോലെ എല്ലാരും വെയിറ്റ് ഞാൻ പ്രൈസ് ലാസ്റ്റ് ഇരിക്കാന്നവിടെ. ഓക്കെ അടുത്ത ഗ്രീനാകുമ്പോ പോട്ടെ ആ ഗ്രീൻ ആവുമ്പോ പൊക്ക. അവനിപ്പോ അത്യാവശ്യം ലെങ്ത് പിടിച്ച. ഓക്കെ പോ പറയണേ ഹലോ ബ്രോ. ഹലോ. അതല്ല ഫസ്റ്റ് ടണലല്ലേ അയ്യോ അളവിന്റെ അവിടെ അതെ ഫസ്റ്റ് ഇടാണല്ലോ. അതന്നെ ഫസ്റ്റ് പോയ ആളെ ഇടിച്ചിട്ട് ഹലോ ബ്രോ. ഹലോ ആരാ പോയേ? നിക്ക് എല്ലാരും ഉണ്ട്. ടണലെത്തിട്ടോ ഞാൻ. ഹലോ ടണലെത്തി എടാ ഫുള്ള് കഴിയ അപ്പുറം ആള് നോക്കിക്കണ്ടേ ടണലിൽ ഇരിക്കാൻ വേണ്ടി. ഹലോ ബ്രോ. ഒരാളിങ്ങോട്ട് വരി ബ്രോ. പിക്ക് ബ്രോ. ടണൽ കഴിഞ്ഞു ബ്രോ ഒരാൾ വാ. ബ്രോ നിന്റെ പേരെന്താണ്? ബ്രോ ഒരാളൊന്ന് പിക്ക് ബ്രോ. ഹലോ. എടാ കഴിയാ ചങ്കത്തിരിച്ച് കയറും. ടണൽ കഴിഞ്ഞു എടാ നോക്കിക്കാൻ വന്ന ഒരുത്തുണ്ടായിരുന്നു അവരോടെ. എടാ ആരെയും വണ്ടി എന്റെ വണ്ടിക്കിട്ട് തീട്ട് വെച്ച് തരുമോ? ഒന്ന് മറച്ചു തരുമോ? നോക്കിക്കാൻ പറഞ്ഞ ആളെവിടെ? എടാ നോക്കിയൊക്കെ ഒരുത്തരം പറഞ്ഞു വിട്ടായിരുന്നല്ലോ. ആ ബ്ലാക്ക് അല്ലേ ഫസ്റ്റ് വന്നേ? ഞാൻ ടൈറ്റൻ. എടാ എന്റെ വണ്ടി ബ്രോ ഒരാളൊന്ന് മറിച്ചിട്ട് പിക്ക് തരുമോ? ബ്രോ. എടാ പിക്ക് ചെയ്യാൻ വരാം. വെയിറ്റ് എല്ലാരും വന്നു കേട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവന്റെ നെഞ്ചത്തേക്ക് കയറും. കഴിഞ്ഞ എല്ലാരും വന്നു കഴിഞ്ഞോ? തിരിച്ചു പോവാം. ഓക്കെ താങ്ക്സ്. ഓ എവിടെ നോക്കിക്കാൻ പറഞ്ഞ എടേ നോക്കിക്കാൻ പറഞ്ഞ എന്തിടി? എക്സ്കോബാറെ. ഓ ഞാൻ മറ്റേ ലെവനെ പൊക്കിട്ട് വരാം. ടീലാണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ? ഓക്കെ ബ്രോ ഒന്നുകൂടി റേസ്. എടാ ഇത് പ്രൈസ് അവന് കളിപ്പീരാവൂലേ? പൈസ പറ്റിക്കരുത് കഷ്ടപ്പെട്ട് ചെയ്യിച്ചാ. തരടാ ഒരു അർത്ഥം പിടിക്കില്ലേ? 10 ഉള്ളു തരാം. എല്ലാവരും മുതുക്കിന്റെ ഫ്രണ്ടിലത്തെ പെട്രോൾ പമ്പിന്റെ പുറകു സൈഡിലേക്ക് വരുമോ? ബാക്ക് സൈഡിലേക്ക്. ഇനി ആരും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. മുതുക്കിന്റെ വൈപ്പറേ പറഞ്ഞേ നിന്റെ കാറില് കെ അടിച്ചു നോക്കേ. റിപ്പയർ. ഓക്കെ താങ്ക്സ് ബ്രോ. ആരെ ജയിച്ചത്? പൈസ വേണ്ടേ? ആരെ ജയിച്ച മുതുകിലെ ഞാൻ ചെറുതായിട്ട് ചത്തുപോയായിരുന്നു. എവിടെയാണ്? അല്ല ഞാൻ വന്നോളാം. പെട്രോൾ പമ്പിന്റെ പുറകുവശത്ത്, മുതുക്കിന്റെ ഫ്രണ്ടിലെ പെട്രോൾ പമ്പിന്റെ പുറകുവശത്ത്. എടാ ജയിച്ച ആളുടെ പേര് എടാ ജയിച്ചാരായിരുന്നു? ടൈറ്റൻ മിസ്റ്റർ ടൈറ്റൻ. ഓക്കെ ആണല്ലേ? ഇത്രയും നേരം ഫസ്റ്റ് അടിച്ചാക്കൊന്നും ഇല്ലേ? ലാസ്റ്റിലല്ലേ നമ്മള് നമ്മളിപ്പല്ലേ പ്രൈസ് മണി ഒക്കെ ആൾക്കാർ സ്പോൺസർ ചെയ്ത് തുടങ്ങിയേ.
എന്തോ എല്ലാവരും മമ്മിനെടുത്തോ ടൈറ്റൻ ആരാണ്? ടൈറ്റൻ ആരാ? ടൈറ്റൻ എവിടെ ഈ കറുത്ത വണ്ടി ബാക്കിൽ പെട്രോൾ പമ്പിന്റെ അവിടെ വൈറ്റ് ആണോ? അതാണ് പ്രൈസ് കൊടുക്കാല്ലേ? എടാ എല്ലാവരും മാറും അങ്ങോട്ടോ ഇത് പമ്പിന്റെ അടുത്ത് എല്ലാവരും വന്ന് നമ്മുടെ സമ്മാനം കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക. അതെ. ഓക്കെ, ഈ റേസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അതുപോലെ ജയിച്ച ടൈറ്റന് പ്രത്യേക അനുമോദനങ്ങൾ. സ്പോൺസർ ചെയ്യാം 10 ലക്ഷം. ആഹാ കൊള്ളാല്ലേ. എടാ ടൈറ്റൻ ഞാൻ പ്രൈസ് തരാം. താങ്ക് യു. എടാ നേരം പോലെ അടിക്കടാ ബെർലിനെ. അതെന്തത് പടക്കം പിടിച്ചാണോ? ഈ വണ്ടി ഫുള്ളപ്പല്ലോ, സ്പീഡില്ല. കിട്ടിയോടാ. കൺഗ്രാറ്റ്സ് ബ്രദർ, കൺഗ്രാറ്റ്സ്. ഞാനാണേ സെക്കൻഡ് ഉമ്മാരി നോക്ക്. എന്നെക്കാട്ടി പുറകെ കിടന്നെല്ലാം കേറി വണ്ടി. സെക്കൻഡ് ഞാനാണ്. സെക്കൻഡ് ഡൈവ് ആണ്. പച്ച വണ്ടി. ഡേയ് നമുക്കൊരു പാട്ടൊക്കെ ഡാൻസ് കളിച്ചാലാ? എന്നിട്ട് അടുത്ത മാച്ച് തുടങ്ങിപ്പോയി. അത് മൂടായിരിക്കും. എവിടെ നമുക്ക് ബീച്ച് പോവാം. എല്ലാ വണ്ടി എടുത്ത് ബീച്ചിൽ പോയിട്ട് അവിടുത്തെ ഡാൻസ് കളിക്കാം. എല്ലാരും വണ്ടി എടുത്തോണ്ട് എല്ലാ വണ്ടി എടുത്ത് ബീച്ചിലോട്ട് പോണം. ബീച്ച് കറക്റ്റ് ലൊക്കേഷൻ പറ. ബീച്ചിലെത്തി. വണ്ടി നിരത്തിയിട് റൗണ്ടിലോ അങ്ങനെ റൗണ്ടാക്ക് അങ്ങോട്ടോ. ഫ്രണ്ട് വെച്ച് റൗണ്ട് മനസ്സിലായോ? ഇനി ഇതില് വന്ന കുത്ത്, ഇതിൽ വന്നിട്ട് ഫ്രണ്ട് പോലെ അങ്ങനെ വെച്ചാൽ മതി. ഇത്തിരി വലിയ സ്പേസ് ഇരുന്നോട്ടെ, ആൾക്കാരുണ്ട് ഡാൻസ് കളിക്കാൻ. റേഡിയോ സ്പീക്കർ അടുത്തേലും. ഉണ്ട് എന്റെ ഉണ്ട്. ഞാൻ തരാം. പാട്ടിട്ടോ എനിക്കറിയില്ല, ഞാൻ തരാം. ഇത്ര പേരും ഉള്ളായിരുന്നോ? എടാ ബാക്കിയുള്ളവർ നിങ്ങളെ വാ. ബാക്കിയുള്ളവർ വണ്ടി എടുത്ത് ബീച്ചിലോട്ട് പോകണം. ഐഡി പറ 103 ഓക്കെ. വണ്ടി ഇതൊന്നും പോരല്ലോ, ഇനിയുണ്ട്. ഇടേ നമ്മുടെ ഇവിടെ 10-20 പേര് അല്ല 10-15 പേരിന്റെ അടുത്തുണ്ടായിരുന്നല്ലോ. ഹലോ എല്ലാരും ഇവിടെ ഒരാള് കത്തി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോറ കത്തിയായിരുന്നു. ബെർലിൻ ഉണ്ടല്ലേ? പപ്പു എവിടെ? പപ്പു ഇവിടെ എല്ലാരും ബീച്ചിലേക്കാ. ബീച്ചിലേക്കോ ഇതേ ആകാശത്തേക്ക് വെടിപൊട്ടിക്കാൻ ഇവിടെ ചത്തതല്ല. മരണമല്ല സന്തോഷം. എടേ നീ ഉദ്ദേശിച്ച സാധനം മാറിപ്പോയി. ഇത്ര പേരുള്ളോ? ഇതെങ്ങനെ ടയറ് പുറത്തേക്ക് ഇട്ടേ? വണ്ടി മോഡിഫൈഡാ. അത് ടയർ ഇങ്ങനെ പുറത്തേക്ക് ഇടപെടാൻ പറ്റുമോ? എന്റെ വണ്ടി എങ്ങനെ? ഇത് റേസ് ടയറാ. അങ്ങനെ റൈസ് ടയർ ഇട്ടിട്ട് ഏത് ഇത് ടയർ ടൈപ്പ് മാറ്റിയാ മതി.
ഓക്കെ ഓക്കെ. എടീ ഇപ്പൊ അടുത്ത് വന്നായിരുന്നല്ലോ, അവൻ എന്തി പോയോ? ഒരു പച്ച കളറ് ലൈറ്റ് ഡാർക്ക് ഗ്രീൻ കളർ വണ്ടി. ഇവിടെ എസ്കോബാർ എവിടെ? എസ്കോബാർ ഇവിടെ പോണ്ട്. വൈറ്റ് പാന്റ്. ഓക്കെ. ജസ്റ്റർ എവിടെ? ശരിയല്ലോ, ജസ്റ്റർ അവിടെ. പെട്ടെന്ന് ഞാനോടത്തൊരു 10 പേരുടെ അടുത്ത് കാണുന്നു. ഇപ്പൊ കൂടി ഇപ്പൊ എത്ര പേരുണ്ട്? 1 2 പക്ഷേ മത്സര സമയത്ത് കുറെ പേരുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്നേ ഉള്ളൂ. എല്ലാരും പോയി. കുറെ പേരുണ്ട്, ബെർലിനൊക്കെ പോയി. എനിക്ക് മാത്രം പറ്റില്ല, വേറെ ആരെങ്കിലും ആവട്ടെ. ആർക്കും അറിയത്തില്ല. സ്പീക്കറിൽ പാട്ടിടാൻ ആർക്കും അറിയില്ല. എങ്കിൽ അല്ലാതെ ഫോണില് പാട്ടിടാൻ അറിയാമോ? അപ്പൊ എല്ലാവരും ഒരു പാട്ട് തന്നെ ഇട്ടാ മതി, അപ്പൊ കുറച്ച് വോയിസ് ആവുമായിരിക്കും. ഫോണിൽ പാട്ടിടാൻ പറ്റുന്നില്ല, ഞാൻ നോക്കി കുറെ നേരമായിട്ട്. വെയിറ്റ് ആരും നോക്കിയടാ, നോക്കി. ഫോണിൽ പാട്ടിടാൻ പറ്റുന്നില്ല, ഞാൻ നോക്കിട്ട് എന്താ അറിയാം. എല്ലാരും ഫുഡ് കഴിച്ചോട്ടെ, ഇനി ഫുഡ് കഴിച്ച് ചാവാൻ. ഞാൻ കഴിച്ചു. Hey.
കളിക്കാൻ ഇന്നത്തെ പരിപാടി നമ്മളെ ചെറിയ റേസിംഗ് ക്ലബ്ബൊക്കെ തുടങ്ങാൻ നോക്കാന്നാണ്. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ്. അത്ര ഇൻട്രോ വലിയ സെറ്റപ്പ് ആയില്ല, എന്താണെന്ന് വെച്ചാൽ കിടക്കുന്നത് വന്നാണ്. അപ്പൊ നിങ്ങളെയും പങ്കെടുപ്പിക്കാനുണ്ടായി. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷന് ഞാനപ്പോ എന്റർടൈൻമെന്റ് ആയിട്ട് വെക്കാം. കാണുന്നവരെ ബൈ ബൈ.